2014 പാർവതി തിരുവോത്തിന് സംസ്ഥാന അവാർഡ് കിട്ടിയ പൃഥ്വിരാജ് നായകനായിട്ട് അഭിനയിച്ച എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് രണ്ട് ചെറുപ്പക്കാർ തമ്മിൽ നല്ല അടുപ്പത്തിലായി. അതിലൊരാൾ ആ സിനിമയിൽ സഹനടനായിട്ട് അഭിനയിക്കുന്ന ടൊവിനോ തോമസ് ആയിരുന്നു. മറ്റൊരാൾ ആ സിനിമയുടെ സംവിധായകനായ RS വിമലിൻ്റെ അസിസ്റ്റൻ്റായി പ്രവർത്തിക്കുന്ന ജിതിൻ ലാലായിരുന്നു. ഷൂട്ടിങ്ങിൻ്റെ ഒഴിവു സമയങ്ങളിൽ ഈ രണ്ട് ചെറുപ്പക്കാരും ഒരുമിച്ചിരുന്ന് തങ്ങളുടെ സിനിമാ സ്വപ്നങ്ങൾ പങ്കുവച്ചു. ആ സമയത്താണ് താൻ ഭാവിയിൽ ചെയ്യാനിരിക്കുന്ന ഒരു സിനിമയുടെ കഥ ടൊവിനോയോട് ജിതിൻ പങ്കുവെക്കുന്നത്. കഥ കേട്ട് ത്രില്ലടിച്ച് ആകാംക്ഷയോടെ ടൊവിനോ ജിതിനോട് ചോദിക്കുന്നു, നല്ല മുതൽ മുടക്ക് വേണ്ടി വരുന്ന ഒരു കഥയാണല്ലോ ജിതിൻ പറയുന്നത്, ആരെയാണ് ഈ സിനിമയിൽ നായകനായി കാണുന്നത് എന്ന് ചോദിച്ചപ്പോൾ ജിതിൻ പറഞ്ഞു, ഞാൻ ഈ സിനിമയിൽ നായകനായി കാണുന്നത് ടൊവിനോയെ തന്നെയാണ് എന്ന്. ആ നിമിഷം ഒന്ന് സ്തംഭിച്ചു പോയ ടൊവിനോ തനിക്ക് ഈ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് ചെയ്യാൻ കഴിയുമോ എന്ന് ജിതിനോട് നിരന്തരം ചോദിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ഭാവിയിൽ ഒരു സിനിമയെടുക്കുന്നതിന് വേണ്ടി മാനസികമായി തയ്യാറെടുത്തുകൊണ്ടിരുന്ന ജിതിൻ ലാലിന് ഉറപ്പുണ്ടായിരുന്നു, തന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ടൊവിനോ എന്ന ഈ ചെറുപ്പക്കാരൻ ഭാവിയിൽ മലയാള സിനിമയുടെ വലിയ താരമായി മാറുമെന്നും തനിക്ക് താൻ ഉദ്ദേശിക്കുന്ന കഥാപാത്രത്തെ മനോഹരമായി അവതരിപ്പിക്കാൻ ടൊവിനോയ്ക്ക് സാധിക്കുമെന്നും ഉള്ള ആ ഉറപ്പിൽ നിന്നുകൊണ്ടാണ് അന്ന് 8ാമത്തെ സിനിമയാണ് ടൊവിനോ ചെയ്തിരുന്നെങ്കിൽ തൻ്റെ 50ാമത്തെ സിനിമ ARM അഥവാ അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമയിലൂടെ സ്വാർത്ഥകമാകുന്നത്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സൂചിപ്പിച്ചാൽ മലയാള സിനിമയിൽ നിരവധി നാടൻ പാട്ടുകൾ അധിഷ്ഠിതമായിട്ടുള്ള സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ കണ്ടതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ വളരെ മനോഹരമായി കൈയടക്കത്തോടു കൂടി പറഞ്ഞു വെച്ചിരിക്കുന്ന മാർഷ്യൽ ആർട്സിൻ്റെ തലതൊട്ടപ്പൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന കളരിപ്പയറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കഥാ പരിസരവുമൊക്കെയാണ് ഈ സിനിമയുടെ പ്രത്യേകത. ആദ്യം പറഞ്ഞതുപോലെ 2014 രണ്ട് സുഹൃത്തുക്കൾ അവർ സ്വപ്നം കണ്ട ആ സിനിമ പ്രാവർത്തികമാക്കുമ്പോൾ ഏതാണ്ട് 2024 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സിനിമ പുറത്തിറങ്ങുന്നത്. അതിനുവേണ്ടി മാനസികമായും ശാരീരികമായും ഏറ്റെടുക്കേണ്ടി വന്ന എഫേർട്ട് കൃത്യമായി പ്രതിഫലിപ്പിക്കുവാൻ ഈ സിനിമയിലൂടെ ടൊവിനോ തോമസിന് സാധിച്ചിട്ടുണ്ട്. അജയൻ്റെ രണ്ടാം മോഷണം കഥ നടക്കുന്ന 3 കാലഘട്ടങ്ങളിലൂടെയാണ്. 1900, 1950, 1990 അങ്ങനെ 3 കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ കഥ അക്കാലത്ത് വടക്കൻ കേരളത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയുടെയും ജന്മി വ്യവസ്ഥിതിയുടെയും ഒക്കെ അടയാളപ്പെടുത്തലുകൾ കൂടിയാണ് സിനിമ. കുഞ്ഞിക്കേളു, മണിയൻ, അജയൻ തുടങ്ങിയ 3 കാലഘട്ടത്തിലുള്ള കഥാപാത്രങ്ങളെയാണ് ടൊവിനോ അവതരിപ്പിക്കുന്നത്. ഈ 3 കഥാപാത്രങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് കുഞ്ഞിക്കേളു, മണിയൻ എന്നീ കഥാപാത്രങ്ങളെ മനോഹരമാക്കി തീർക്കുവാൻ തൻ്റെ ശരീര സൗന്ദര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ കഥാപാത്രങ്ങൾക്ക് വേണ്ട മാറ്റ് വർദ്ധിപ്പിച്ച് അതിനു വേണ്ടിയിട്ടുള്ള ആയോധന കലയുമൊക്കെ അഭ്യസിച്ച് നല്ല രീതിയിൽ അവതരിപ്പിക്കുവാൻ ടൊവിനോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അത് സിനിമയുടെ വിജയത്തിൽ വലിയ പങ്ക് വഹിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല കളരിപ്പയറ്റ് രംഗങ്ങളിലൊക്കെ അസാമാന്യ മെയ്വഴക്കത്തോടു കൂടിയാണ് ടൊവിനോ ചെയ്യുന്നത്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ടൊവിനോ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം മലയാള സിനിമയിൽ. മാത്രമല്ല താൻ ഏറ്റെടുക്കുന്ന കഥാപാത്രത്തെ ഗംഭീരമാക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ താൻ തയ്യാറാണ് എന്ന് കൂടി പറയുന്നുണ്ട് ടൊവിനോ ഈ സിനിമയിലൂടെ. തൻ്റെ 50ാമത്തെ സിനിമയിലേക്ക് എത്തുമ്പോൾ മിന്നൽ മുരളി, തല്ലുമാല തുടങ്ങിയ സിനിമകളിലൂടെയൊക്കെ താരപദവി ഉറപ്പിക്കാൻ ടൊവിനോയ്ക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ അജയൻ്റെ രണ്ടാം മോഷണം ഒരു ഗംഭീര സിനിമയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്ന് നിന്റെ മൊയ്തീൻ സിനിമയിലൂടെ ഏറ്റവും നല്ല ഛായാഗ്രഹനുള്ള സംസ്ഥാന അവാർഡ് നേടിയ ജോമോൻ ടി ജോണാണ് സിനിമയുടെ ക്യാമറ നിർവഹിച്ചിരിക്കുന്നത്. നല്ല മികവുറ്റ ദൃശ്യരംഗങ്ങളാൽ സിനിമ സമ്പന്നമാണ്. മാത്രമല്ല ഇതിൻ്റെ എഡിറ്റിംഗ് ഒക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഷമീർ മുഹമ്മദാണ് സിനിമയുടെ എഡിറ്റിംഗ്. സിനിമയിലെ സംഘട്ടന രംഗങ്ങളിലെല്ലാം ആവേശം കൊള്ളിക്കുന്നതാണ്. ഈ സംഘട്ടന രംഗങ്ങൾ വരുമ്പോഴുണ്ടാകുന്ന ഒരു ആവേശം സിനിമയിലുടനീളം കാത്തുസൂക്ഷിക്കാൻ സംവിധാനം സാധിക്കുന്നില്ല എന്നുള്ള ചെറിയ പ്രശ്നം സിനിമയ്ക്കുണ്ട്. എന്നിരുന്നാലും സിനിമ അത്ര കണ്ട് ബോറടിക്കാത്ത വിധത്തിൽ പ്രേക്ഷകനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി സാധിക്കും. ഏതുതരം പ്രേക്ഷകരെയും ആകർഷിക്കും. ദിബു നൈനാൻ തോമസ് ആണ് സിനിമയുടെ സംഗീതം ചെയ്തിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് ഉതകും വിധം അല്ലെങ്കിൽ ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സംഗീതത്തിന് നല്ല പങ്കുണ്ട്. അത് കൃത്യമായിട്ട് ദിബുവിന് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. സിനിമയ്ക്ക് ഗുണകരമായിട്ട് സിനിമയുടെ സംഗീതം മാറിയിട്ടുണ്ട് എന്ന കാര്യം കൂടി ഇവിടെ എടുത്തു പറയുകയാണ്. ആകെ മൊത്തം നോക്കിയാൽ സിനിമ പ്രേക്ഷകനെ ബോറടിപ്പിക്കാത്ത വിധം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു 3D സിനിമ മലയാളത്തിൽ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബ പ്രേക്ഷകരെയെല്ലാം ആകർഷിക്കാൻ സിനിമയ്ക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. വടക്കൻ കേരളത്തിലെ ചിയോതിക്കാവ് എന്ന സ്ഥലവും അവിടെ ചിയോതി വിളക്ക് എന്ന് പറയുന്ന ഏറ്റവും അമൂല്യനിധിയായിട്ടുള്ള ഒരു വിളക്കുമായി സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെയാണ് ഈ 3 കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളുന്ന സിനിമ കടന്നു പോകുന്നത്. സിനിമയുടെ കഥാപശ്ചാത്തലത്തിലേക്കൊന്നും കൂടുതൽ പറയുന്നില്ല. ഈ സിനിമയിൽ ടൊവിനോയുടെ നായികമാരായി 3 പേരാണുള്ളത്. അതിലെടുത്തു പറയേണ്ടത് മണിയൻ്റെ ഭാര്യയായിട്ട് വരുന്ന സുരഭി ലക്ഷ്മിയുടെ അഭിനയമാണ്. സുരഭി ലക്ഷ്മി നമുക്കറിയാം സഹനടിയായിട്ടൊക്കെ കുറേ സിനിമകളിൽ വന്നിട്ടുണ്ടെങ്കിലും 1-2 സിനിമകളിലാണ് അവർ ആകെ നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഈ സിനിമയിൽ അവർക്ക് ഏറ്റവും നല്ല കഥാപാത്രങ്ങളിലൊന്നാണ് ലഭിച്ചിട്ടുള്ളത്. മണിയൻ്റെ ഭാര്യയെ തന്മയത്വത്തോടു കൂടി അവതരിപ്പിക്കാൻ സുരഭിക്ക് സാധിച്ചിട്ടുണ്ട്. മറ്റൊരു നായിക കൃതി ഷെട്ടിയാണ്. അജയൻ്റെ കാമുകിയായിട്ട് വരുന്ന കൃതി ഷെട്ടി.
അതുപോലെ തന്നെ കുഞ്ഞിക്കേളുവിൻ്റെ നായികയായിട്ട് വരുന്ന ഐശ്വര്യ രാജേഷ്, ഇവരൊക്കെ നന്നായിട്ട് സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ലിസ്റ്റി സ്റ്റീഫനാണ് സിനിമയുടെ നിർമ്മാതാവ്. ഈ സിനിമയിൽ കണ്ട ഒന്ന് രണ്ട് ന്യൂനതകൾ പറഞ്ഞു പോകാതിരിക്കാൻ വയ്യ. കഥാപാത്രങ്ങൾക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നപ്പോൾ അജു വർഗീസിനെയും ബേസിൽ ജോസഫിനെയും ഒക്കെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് ഒരു പക്ഷേ ഇവർ സൗഹൃദത്തിലുണ്ടായിട്ടുള്ള ഒരു ബന്ധം കൊണ്ട് കൂടിയാവാം. പക്ഷേ കഥാപാത്രങ്ങൾക്ക് വേണ്ടി ഇവരെ കോംപ്രമൈസ് ചെയ്ത് അവതരിപ്പിക്കേണ്ടി വന്നപ്പോൾ ഈ രണ്ട് പേരും സിനിമയ്ക്ക് ആപ്റ്റാവുന്ന രീതിയിൽ ആയിരുന്നില്ല എന്നുള്ളൊരു ന്യൂനത കൂടി പറയേണ്ടി വരും. എന്ത് തന്നെയായാലും മലയാള സിനിമയ്ക്ക് മുതൽക്കൂട്ടാവുന്ന സിനിമകളിലൊന്നാണ് അജയൻ്റെ രണ്ടാം മോഷണം. മാത്രമല്ല ഈ ഓണക്കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് ഒരുമിച്ചിരുന്ന് കാണാവുന്ന, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ കാണാവുന്ന, എന്നാൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ തമാശകളോ ഒന്നുമല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞു പോകുന്ന കഥയാണ്. എന്ന് നിൻ്റെ മൊയ്തീനും മിന്നൽ മുരളിയും ഒക്കെ കണ്ട് ത്രില്ലടിച്ച പ്രേക്ഷകർക്ക് അനുഭവേദ്യമാകുന്ന രീതിയിൽ തന്നെയാണ് അജയൻ്റെ രണ്ടാം മോഷണവും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സിനിമ വൺ ടൈം വാച്ചബിളാണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. സിനിമ ഒന്ന് ലാഗടിക്കുമെന്ന് പ്രേക്ഷകർക്ക് തോന്നുമ്പോഴൊക്കെ രക്ഷകരായിട്ട് എത്തുന്നുണ്ട് കുഞ്ഞിക്കേളുവും മണിയൻ എന്ന കഥാപാത്രവും. ഈ രണ്ട് കഥാപാത്രവും സിനിമയ്ക്ക് കൊടുക്കുന്ന ഊർജ്ജം ചെറുതല്ല. കൊല്ലംകാരനായിട്ടുള്ള ശിവകുമാർ എന്ന കളരിയാശാനാണ് ഈ സിനിമയുടെ കളരിപ്പയറ്റ് രംഗങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരിക്കുന്നതെന്ന് അറിയുന്നു. വളരെ മനോഹരമാക്കി ഈ രംഗങ്ങളെല്ലാം തന്നെ ചിത്രീകരിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. സിനിമയ്ക്ക് അത് വലിയ മുതൽക്കൂട്ടായിട്ട് മാറിയിട്ടുമുണ്ട്. സിനിമയുടെ നറേഷൻ ചെയ്തിരിക്കുന്നത് സൂപ്പർ സ്റ്റാർ മോഹൻലാലാണ്. കുഞ്ഞിക്കേളു, മണിയൻ, അജയൻ എന്നീ മൂന്ന് കഥാപാത്രങ്ങൾക്ക് മൂന്ന് പ്രത്യേക ഗെറ്റപ്പുകളാണ് ടൊവിനോയ്ക്ക് നൽകിയിട്ടുള്ളത്. അതിൽ ആദ്യം പറഞ്ഞ രണ്ട് കഥാപാത്രങ്ങളും ഗംഭീര പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത, കണ്ണൂർ സ്ലാങ്ങിലാണ് ഈ സിനിമയുടെ ഉടനീളം സംസാര ശൈലി. അതെല്ലാം കൃത്യമായിട്ട് ചെയ്യുവാൻ കഥാപാത്രങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അജയൻ്റെ രണ്ടാം മോഷണം സിനിമ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ഉയരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അല്ലു അർജുൻ്റെ പുഷ്പ വിതരണത്തിന് നിർമ്മിച്ച തെലുങ്കിൽ നിർമ്മിച്ചിട്ടുള്ള മൈത്രി ഫിലിംസാണ് അത് തെലുങ്കിൽ വിതരണത്തിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അതുപോലെ കന്നഡ സിനിമയിലാവട്ടെ KGF-ഉം കാന്താരയും ഒക്കെ വിതരണം ചെയ്തിട്ടുള്ള നിർമ്മിച്ച ഹോംബാലെ ഇവരാണ് അതിൻ്റെ വിതരണം ഏറ്റെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹിന്ദിയിലൊക്കെ ബാഹുബലി സിനിമയൊക്കെ എടുത്ത AA ഫിലിംസാണ്. അപ്പോൾ അവരൊക്കെ കൂടി ഈ സിനിമയെ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ഉയർത്തും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങനെ മലയാള സിനിമയിൽ ടൊവിനോ എന്ന നായകൻ കൂടി പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ഉയരാൻ പോകുന്നു എന്ന പ്രത്യേകത കൂടി അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമയ്ക്കുണ്ട്. സിനിമ എന്തായാലും ഉറപ്പായും വിജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എല്ലാവരും തിയേറ്ററിൽ പോയിരുന്ന് കാണുക. മലയാള സിനിമയിലെ ഏറ്റവും മുതൽ മുടക്കുള്ള സിനിമകളിൽ ഒന്നുകൂടിയാണ് അജയൻ്റെ രണ്ടാം മോഷണം. 30 കോടിയോളം രൂപ ഈ സിനിമയ്ക്ക് വേണ്ടി മുടക്കി എന്നാണ് അറിയുന്നത്. വീണ്ടും ഒരു 3D സിനിമ കൂടി കാണുവാൻ പ്രേക്ഷകർക്ക് അവസരം ഒരുങ്ങിയിരിക്കുകയാണ്. നല്ല തിയേറ്ററിൽ നിന്ന് തന്നെ സിനിമ കാണുന്നതിന് വേണ്ടി ശ്രമിക്കുക. നല്ലൊരു ദൃശ്യാനുഭവമായി മാറും അജയൻ്റെ രണ്ടാം മോഷണം എന്ന കാര്യത്തിൽ ഉറപ്പുണ്ട്. നല്ലൊരു കഥാപശ്ചാത്തലവും നല്ല അഭിനേതാക്കളും നല്ല സാങ്കേതിക വിദഗ്ധരും എല്ലാം അടങ്ങിയ മികച്ചൊരു സിനിമ തന്നെയാണ് അജയൻ്റെ രണ്ടാം മോഷണം എന്ന ARM. തീർച്ചയായും നിങ്ങൾ നല്ല തിയേറ്ററിലിരുന്ന് ഈ സിനിമ കണ്ട് ആസ്വദിക്കുക. മറ്റു സിനിമയുമായി നമുക്ക് വീണ്ടും കാണാം.